വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിലെ സെൻട്രൽ ക്യാരക്ടറായ ഡോക്ടറുടെ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് റീഡറിലെ മറ്റു ചാപ്റ്ററിൽ നിന്നും ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഈസി ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കാണും, SSLC സ്റ്റഡി മെറ്റീരിയൽസ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പ്ലേലിസ്റ്റിൽ പോകാവുന്നതും എല്ലാ പഠന വീഡിയോസും അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതെല്ലാം കണ്ട് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നമുക്കിനി ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. ഇവിടെ മാക്സിമം നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും അതല്ലെങ്കിൽ ബോൾഡ് ചെയ്ത നല്ല വാക്കുകൾ ഒരു പക്ഷേ ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവുകയും അതുവഴി നല്ല മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഈ വാക്കുകളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നല്ല മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ആ ക്യാരക്ടറിൻ്റെ പേര് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഹോമിയോപ്പത്ത് അല്ലെങ്കിൽ ഡോക്ടർ എന്നും കൊടുക്കാം, ദ ഹോമിയോപ്പത്ത്. അപ്പോൾ അദ്ദേഹത്തിന് പേരില്ല, അതുകൊണ്ടാണ് ഹോമിയോപ്പത്ത് എന്ന് കൊടുത്തിട്ടുള്ളത്. ദ ഹോമിയോപ്പത്ത്, അതായത് ഹോമിയോപ്പതി ഡോക്ടർ. എൻ ആംബീഷ്യസ് യങ് ഡോട്ടർ അല്ലേ, എൻ ആംബീഷ്യസ് യങ് ഡോട്ടർ. ആംബീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനർത്ഥം ഒരുപാട് നേടണം ജീവിതത്തിൽ എന്നാഗ്രഹിക്കുന്ന ഒരാളെയാണ് നമുക്ക് ആംബീഷ്യസ് എന്ന് പറയാം. അതുപോലെ തന്നെ യങ് ആയ ഒരാളാണ്. അപ്പോൾ അതാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ആൻസറിലേക്ക് വരാം. The homeopath in the story, The Snake and the Mirror, written by Vaikom Muhammad Bashir, is viewed as an ambitious youth. ഈ സെൻറ്റൻസ് വളരെ സിമ്പിൾ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒറ്റ സെൻറ്റൻസ് തന്നെ ഈ കഥ ഏതാണ്, ഇത് എഴുതിയ ആൾ ആരാണ്, ക്യാരക്ടർ ആരാണ് എന്നൊക്കെ ഒറ്റ സെൻറ്റൻസ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ദ ഹോമിയോപ്പതി ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ ഈസ് വ്യൂഡ് ആസ് ആൻ ആംബീഷ്യസ് യൂത്ത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡോക്ടറിനെ കാണപ്പെടുന്നത് ആരായിട്ടാണ്? ഒരു ആംബീഷ്യസ് യൂത്ത് ആയിട്ടാണ്. യൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ യുവാവ് എന്നുള്ള അർത്ഥത്തിലാണ്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, തുടക്കം തൊട്ടേ, അതാണ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയുടെ തുടക്കം തൊട്ടേ വി ഗെറ്റ് ഹിസ് വേരിയസ് ക്യാരക്ടർ ട്രേറ്റ്സ്. ക്യാരക്ടർ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവ വിശേഷങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഡോക്ടറിന്റെ സ്വഭാവ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റോറിയുടെ തുടക്കം മുതൽ കിട്ടുന്നുണ്ട്. He was a novice in his profession. അപ്പോൾ എന്താണ് ഈ നോവിസ് എന്ന് പറഞ്ഞാൽ? നോവിസ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി തുടങ്ങി വരുന്ന ആള്. അത് തുടങ്ങിയിട്ട് ഒരുപാട് കാലം ഒന്നായിട്ടില്ല, അയാൾക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അതാണ് നോവിസിന്റെ അർത്ഥം. ആൻഡ് ഹിസ് ഏർണിങ്സ് were meager. അദ്ദേഹത്തിന്റെ വരുമാനം അതല്ലെങ്കിൽ സമ്പാദ്യമൊക്കെ വളരെ കുറവായിരുന്നു. ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ആ വരവ്, അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം, വരുന്ന വരവ്, അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം, അതായത് അദ്ദേഹത്തിന്റെ വേതനം ഒക്കെ മീഗർ ആയിരുന്നു. മീഗർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛം. ഹി വാസ് ലിവിങ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം. അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു ചെറിയ റെന്റഡ് റൂമിലാണ്. റെന്റഡ് റൂം എന്ന് പറഞ്ഞാൽ വാടക റൂമിൽ. വിച്ച് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. കണ്ടോ, അതിന് എന്താണ് പറയുക, കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാത്ത ഒരു റൂമായിരുന്നു. അപ്പോൾ താരതമ്യേന ചീപ്പായ ഒരു റൂമാണ് എന്ന് മനസ്സിലാക്കാം. ഹിസ് പൊസഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ. ഹിസ് പൊസഷൻസ് were 60 rupees, ആകെ 60 രൂപ. സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, ഷർട്ടും അതേപോലെ തന്നെ കുറച്ച് ധോത്തീസ്, അതായത് മുണ്ടുകൾ. സോളിറ്ററി ബ്ലാക്ക് കോട്ട്. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഏകമായ, ഒറ്റൊന്ന് എന്നാണ് അർത്ഥം. ഒറ്റൊന്ന്. ബ്ലാക്ക് കോട്ട്, കറുത്ത കോട്ട്. അപ്പോൾ കറുത്ത കോട്ട് ഉണ്ടായിരുന്നു, അതൊരൊറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഈ രോഗികളെ ചികിത്സിക്കുന്ന സമയത്ത് ധരിച്ചുകൊണ്ടിരിക്കുക ആ കോട്ടാണ്. ആൻഡ് എ മെഡിക്കൽ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. ഇനിയൊരു മെഡിക്കൽ പുസ്തകവും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ദ മെറ്റീരിയ മെഡിക്ക. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. 60 rupees, സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, സോളിറ്ററി ബ്ലാക്ക് കോട്ട് ആൻഡ് എ മെഡിക്കൽ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. ബീയിങ് എ യൂത്ത്, യുവാവാണല്ലോ അദ്ദേഹം, യുവാവായിക്കൊണ്ട്, അതാണ് ബീയിങ് എ യൂത്ത്. ഹി വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. അഡ്മയറർ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ സൗന്ദര്യാരാധകൻ എന്നായിരുന്നു. യുവാവായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു നല്ല സൗന്ദര്യാരാധകൻ കൂടി അദ്ദേഹമായിരുന്നു. ഹിസ് നാർസിസിസ്റ്റ്
narcissistic impulses are exposed when he, looking into the mirror, made some earth-shaking decisions. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാർസിസിസ്റ്റിക് ഇമ്പൾസസ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ട് ചില എർത്ത് ഷേക്കിംഗ് അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറിയാത്തൊരു വാക്ക് ഉണ്ടാവും, ഉറപ്പാണ്. നാർസിസിസ്റ്റിക് ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരിക്കും ഇതൊരു സൈക്കോളജിക്കൽ ടേമാണ്. നാർസിസിസ്റ്റിക് എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് വേർഡാണ്. ഇതിനർത്ഥം ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അതിലിങ്ങനെ മതിമറന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നാർസിസിസ്റ്റിക് ഇമ്പൾസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒരല്പം നാർസിസിസ്റ്റിക് ആണ്. കാരണം നമ്മളെല്ലാവരും കണ്ണാടി നോക്കുകയും നമ്മളെല്ലാവരും ഒരു സ്വയം നമ്മളെ തന്നെ കുറിച്ച് നല്ലൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു അല്പെങ്കിലും നാർസിസിസ്റ്റിക് ഇമ്പൾസ് ഉണ്ട്. ശരിക്കും ഒരു വേർഡ് വരുന്നത് ഒരു കഥയിൽ നിന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ നാർസിസസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട ഒരു കഥയിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്. ഒരു ക്ലാസിക് സ്റ്റോറി ഉണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ കൂടുതൽ വേണ്ടവർ അതൊരു കഥയായിട്ട് കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നാർസിസിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, സ്വന്തം കഴിവിൽ ഭയങ്കര വിശ്വാസം എന്നേക്കാൾ ഉപരി അതിൽ മതിമയങ്ങുക, ഒരുപാട് അഭിമാനം തോന്നുക, സ്വന്തം സൗന്ദര്യത്തിൽ ഒരുപാട് അഭിമാനം തോന്നുക, നമ്മളെപ്പോഴും കണ്ണാടി നോക്കുക, അതൊക്കെയാണ് ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഡോക്ടർ അല്പം നാർസിസിസ്റ്റിക് ഇമ്പൾസസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഉൾപ്രേരണ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകൾ, അതൊക്കെയാണ് ഇവിടെ ഇമ്പൾസസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താ പറയുക, ഇദ്ദേഹം എപ്പോഴും അങ്ങനെയാണല്ലോ, എനിക്ക് അങ്ങനെ ആവണം, ഈ ഡോക്ടറിന് ഇങ്ങനെ ആവണം, സൗന്ദര്യം വർദ്ധിപ്പിക്കണം, അങ്ങനെ ഒരുപാട് ചിന്ത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാർസിസിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്കൂ, അത് നാർസിസിസ്റ്റിക് ഇമ്പൾസസ് ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ തുറന്നു കാണിച്ചു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നാർസിസിസ്റ്റിക് ഇമ്പൾസസ് തുറന്നു കാണിക്കുന്നത് എങ്ങനെയാണ്? വെൻ ഹി ലുക്കിംഗ് ഇൻ ടു ദ മിറർ, കണ്ണാടിയിൽ നോക്കിക്കൊണ്ട്, മേഡ് സം എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ്. എർത്ത് ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാവുന്ന അല്ലേ. കണ്ണാടി നോക്കിയിട്ട് അദ്ദേഹം ചില ഭൂകമ്പം ഉണ്ടാകുന്ന രീതിയിലുള്ള, അത് കുറച്ച് തമാശ രീതിയിൽ പറഞ്ഞാണ്, തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് സം നാർസിസിസ്റ്റിക് ഇമ്പൾസസ് ഉണ്ട് എന്നുള്ള കാര്യം. ഹി വുഡ് ഷേവ് ഡെയിലി അല്ലേ, അതൊക്കെയാണ് ഈ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ്. ഹി വുഡ് ഷേവ് ഡെയിലി, ഷേവ് എന്നും ചെയ്യും. ഗ്രോ എ തിൻ മസ്റ്റാഷ്, തിന്നായ കട്ടിയില്ലാത്ത മസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ മീശ അദ്ദേഹം വളർത്തും. ആൻഡ് കീപ്പ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്, മുഖത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിരി എപ്പോഴും കൊണ്ടുവരും. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ബി മോർ ഹാൻസം, കൂടുതൽ സൗന്ദര്യവാൻ ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ, ഇത് മൂന്നുമാണ് ഷേക്കിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഷേവ് ചെയ്യും, തിൻ മസ്റ്റാഷ് വെക്കും, അതുപോലെ തന്നെ മുഖത്ത് എപ്പോഴും സ്മൈല് വെക്കും. ഓൾദോ ഹി വാസ് എ ബിഗിനർ, ഒരു ആരംഭക്കാരനാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ. അതുകൊണ്ടാണ് ഓൾദോ ഹി വാസ് എ ബിഗിനർ ഇൻ ഹിസ് പ്രൊഫഷൻ, ഹി വാസ് എ പ്രൗഡ് ഡോക്ടർ അല്ലേ. ഒരു തുടക്കക്കാരനാണെങ്കിലും എന്താണ്, ഹി വാസ് എ പ്രൗഡ് ഡോക്ടർ, നല്ല അഭിമാനമുള്ള ഒരു ഡോക്ടറാണ്. ഹി വാസ് ambitious ഇനഫ് ടു ഡ്രീം ഓഫ് വെഡിങ് എ റിച്ച് വുമൻ ഡോക്ടർ ഹാവിങ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ambitious, നമ്മൾ തുടക്കത്തിലെ ഒരു ക്വാളിറ്റി പറഞ്ഞിരുന്നു. ambitious എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നേടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾ. ഹി വാസ് ambitious ഇനഫ്, അദ്ദേഹത്തിന് ambition ഉണ്ടായിരുന്നു. എങ്ങനെ? ടു ഡ്രീം ഓഫ് വെഡിങ് എ റിച്ച് വുമൻ ഡോക്ടർ, റിച്ച് ആയിട്ടുള്ള ഒരു വുമൻ ഡോക്ടറെ വിവാഹം ചെയ്യുക. ഹാവിങ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, അത് മാത്രമല്ല നല്ല മെഡിക്കൽ പ്രാക്ടീസും ആ ഡോക്ടറിന് വേണം. അപ്പോൾ എന്താണ്, കുറച്ച് സാമ്പത്തികമായിട്ട് ഉയരണം, അഭിവൃദ്ധി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച ഡോക്ടറാണ് ഈ ഡോക്ടർ. ദസ്, അപ്രകാരം, ഹി പ്രൂവ്ഡ് ഹി വാസ് എ മെഴ്സിനറി. ആ വേർഡ് പുതിയതായിരിക്കാം. മെഴ്സിനറി എന്ന് പറഞ്ഞാൽ മണി മൈൻഡഡ് ആയിട്ടുള്ള ആൾ, അത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഭൗതികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആൾ. ഓക്കെ, സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് മെഴ്സിനറി എന്ന് പറയാം. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളെയാണ് ഓക്കെ മെഴ്സിനറി എന്ന് പറയാം. അപ്പോൾ ദസ് ഹി പ്രൂവ്ഡ് ഹി വാസ് എ മെഴ്സിനറി എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ഒരു മെഴ്സിനറി ആണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഹിയർ ഹി ഈസ് ടോൺ ബിറ്റ്വീൻ ഹിസ് ഡ്രീം. എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്രീം? ബിക്കമിങ് റിച്ച് ആൻഡ് റിയാലിറ്റി. റിയാലിറ്റി എന്താണ്? ബീയിങ് എ നോവിസ്.
അപ്പോൾ ഇവിടെയൊക്കെ പുതിയ വാക്കുകൾ ഉണ്ടാവാം. ഇവിടെ ഹീസ് ടോൺ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടായി. നമുക്ക് രണ്ട് കാര്യത്തിലൊരു കോൺഫ്ലിക്റ്റ്, ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഈ ഒരു എക്സ്പ്രഷൻ, അതൊരു എക്സ്പ്രഷനാണ് ടോൺ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ. രണ്ട് ഭാഗത്തേക്ക് ഒരു കൺഫ്യൂഷൻ, ഒരു ഡിലേമ ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. എന്താ? ടോൺ ബിറ്റ്വീൻ ഹിസ് ഡ്രീം ആൻഡ് റിയാലിറ്റി. അത് ഡോക്ടറിന്റെ റിയാലിറ്റിയും അദ്ദേഹത്തിന്റെ ഡ്രീമും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലേ? എന്താണ് ഡോക്ടറിന്റെ റിയാലിറ്റി? ഡോക്ടറിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ബീങ് എ നോവിസ്, തുടക്കക്കാരനാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷനൽ, അദ്ദേഹത്തിന് വലിയ വരുമാനമൊന്നുമില്ല, ഏണിങ്സ് വേർ മീഗർ അല്ലേ, അതൊക്കെയാണ് റിയാലിറ്റി, യാഥാർത്ഥ്യം. എന്നാൽ ഹിസ് ഡ്രീം എന്താണ്? അദ്ദേഹത്തിന്റെ ഡ്രീം ബിക്കമിങ് റിച്ച്, നല്ല റിച്ച് ആയിരിക്കണം അല്ലേ, നല്ല റിച്ചായി ഡോക്ടറിനൊക്കെ ലേഡി ഡോക്ടർ വിവാഹം ചെയ്തിട്ട് നല്ല റിച്ചായ ഒരു മനുഷ്യനാവണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്രീം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ഡ്രീമും അദ്ദേഹം ഇപ്പോൾ ഉള്ള റിയാലിറ്റിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചത്, ടോൺ ബിറ്റ്വീൻ ഹിസ് ഡ്രീം ആൻഡ് റിയാലിറ്റി. Funnily enough, he wanted to marry a fat woman for a valid reason. അല്ലേ? Funnily enough, തമാശ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ? ഹി വാണ്ടഡ് ടു മാരി എ ഫാറ്റ് വുമൺ, തടിച്ച ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന് വിവാഹം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്. ഫോർ എ വാലിഡ് റീസൺ, ഒരു കാരണമുണ്ട് അതിന്റെ പിന്നിൽ. എന്തുകൊണ്ടാണത്? ഇഫ് ഹി മേഡ് സം സില്ലി മിസ്റ്റേക്ക്, നമ്മുടെ ടെക്സ്റ്റിലുണ്ടത്. ഇഫ് ഹി മേഡ് സം സില്ലി മിസ്റ്റേക്ക്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ ഡോക്ടർ വരുത്തി കഴിഞ്ഞാൽ, ആൻഡ് നീഡഡ് ടു റൺ അവേ, ഓടേണ്ടി വന്നാൽ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ ഹിം. ആ ലേഡി ഡോക്ടർ, വിവാഹം ചെയ്യുന്ന ആ ലേഡി ഡോക്ടർ ഈ ഡോക്ടറെ പിന്നാലെ വരാൻ പാടില്ല, ആൻഡ് ക്യാച്ച് ഹിം, പിടിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ട് ഭാര്യയുടെ അടുത്തുനിന്ന് ഓടിപ്പോണെങ്കിൽ ഭാര്യ പിന്നാലെ വന്ന് ഇയാളെ പിടിക്കരുത് എന്ന് കരുതിയിട്ടാണ് തടിച്ച ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന് ഈ ഡോക്ടർ ആഗ്രഹിച്ചത്. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്, പക്ഷേ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഏറ്റവും അവസാനം നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ് വാസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. അതായത് ഇദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് ആഗ്രഹിച്ചത്? തടിച്ച സ്ത്രീ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്തത് ആരെയാണ് അല്ലേ? ഹി വെഡ് എ തിൻ റീഡി പേഴ്സൺ, മെലിഞ്ഞ, തിന്നായ റീഡി പേഴ്സൺ. റീഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മെലിഞ്ഞ എന്നാണ്. മെലിഞ്ഞ ഒരു പേഴ്സണാണ് വിവാഹം ചെയ്തത്. വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. സ്പ്രിന്റർ എന്ന് പറഞ്ഞാൽ അതിവേഗ ഓട്ടക്കാരാണ്. കുറഞ്ഞ ദൂരത്തിൽ 3000 മീറ്റർ ഓടുന്ന ആളല്ല, പക്ഷെ എന്താണ് ചെറിയ ദൂരം 100 മീറ്റർ 200 മീറ്റർ നല്ല സ്പ്രിന്റേഴ്സ് അല്ലേ, നന്നായിട്ട് വേഗത്തിൽ ഓടുന്ന ആൾക്കാർ. ആ ഒരു ഓട്ടക്കാരുടെ കഴിവുള്ള മെലിഞ്ഞ ഒരു സ്ത്രീയെയാണ് ഈ ഡോക്ടർ വിവാഹം ചെയ്തത് അല്ലേ? അപ്പോൾ അവിടെയും തന്നെ ഒരു എന്താ പറയുന്നത്, നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ദിസ് ഈസ് എ കോമിക് എലമെന്റ് ഇൻ ദ സ്റ്റോറി അല്ലേ? ഈ ഒരു കഥയിൽ ഒരു തമാശ ഉണ്ടാക്കുന്ന ഒരു സീനാണ് ഇത്. ദ ഡ്രീം ഡ്രിവൺ ഡോക്ടർ, ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ഡ്രീം ഡ്രിവൺ, എപ്പോഴും ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് മോഹങ്ങളുള്ള ആളല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. ദ ഡ്രീം ഡ്രിവൺ ഡോക്ടർ വാസ് ബ്രോട്ട് ബാക്ക് ഇൻ ടു ദ റിയാലിറ്റി ബൈ എ കോബ്ര. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന, സ്വപ്നത്തെ കണ്ടിങ്ങനെ ഒരു ഇമാജിനേഷനിൽ അങ്ങനെ പോയിരുന്ന ആളാണ് ഈ ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ബൈ എ കോബ്ര, ഒരു പാമ്പാണ് അദ്ദേഹത്തെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. ഇറ്റ് ഈവൻ എറൗസ്ഡ്. എറൗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം ഉത്തേജിപ്പിക്കുക എന്നാണ്. അതായത് ഡോക്ടറെ ഡോക്ടറെ മനസ്സിനുള്ളിൽ ഉത്തേജിപ്പിച്ചു. എറൗസ്ഡ് ഓ ഇൻ ഹിം അബൌട്ട് ദ ഗോഡ്. OAWE, അത് ഓ എന്നാണ് ഉച്ചരിക്കുക കേട്ടോ. ഓ എന്ന് പറഞ്ഞാൽ ഭയത്തോടെ ഉള്ളൊരു ബഹുമാനം. ഇൻ ഹിം അബൌട്ട് ദ ഗോഡ്, ദൈവത്തെ കുറിച്ചിട്ട് ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു ചിന്ത, ഒരു ഓർമ്മ ഈ പാമ്പ് ഡോക്ടറിൽ ജനിപ്പിക്കുകയാണ്. അതായത് ഈ പാമ്പ്, ഈ സ്നേക്ക് വരുന്നതിന് മുൻപൊക്കെ ഡോക്ടർ ഇയാൾ ഭയങ്കര ഉഷാറാണ് എന്നുള്ള രീതിയിലാണ്, അതായത് നല്ല ഡോക്ടറാണ്, നല്ല കഴിവുള്ള ആൾ, അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ ഡോക്ടർ വന്നതിന് ശേഷം ദൈവത്തെക്കുറിച്ചായി ഇദ്ദേഹത്തിന്റെ ചിന്ത. അതാണ് പറഞ്ഞത്. ഇറ്റ് ഇവിടെ ഉദ്ദേശിച്ചത് ആ സ്നേക്കാണ്. ഇറ്റ് ഈവൻ എറൗസ്ഡ് ഓ ഇൻ ഹിം. അപ്പൊ ആ സ്നേക്ക് എറൗസ് ചെയ്തു, ഉത്തേജിപ്പിച്ചു. എന്ത്? ഓ, ആ ഒരു ചിന്തയെ ഉത്തേജിപ്പിച്ചു, ഭയത്തോടെയുള്ള ബഹുമാനം ദൈവത്തോടെ. ഇൻ ഹിം അബൌട്ട് ദ ഗോഡ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇദ്ദേഹത്തിൽ ഉണ്ടാക്കിയത് ആ പാമ്പാണ്. Then the doctor thought about the existence of the Almighty. അല്ലേ? അപ്പോൾ ആ സമയത്ത് ഡോക്ടർ തോട്ട് അബൌട്ട്, ചിന്തിച്ചു, ദ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്. അതായത് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു അവസ്ഥ, ദൈവമുണ്ട് എന്നുള്ള ഒരു തോന്നൽ അല്ലെ? എക്സിസ്റ്റൻസ് ഓഫ് ദ ഓൾമൈറ്റി. ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, ദൈവം, പ്രപഞ്ചനാഥൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഓൾമൈറ്റി,
സർവശക്തൻ, അതാണ് കറക്റ്റ് തന്നെ അർത്ഥം. ഓൾമൈറ്റി പറഞ്ഞാൽ സർവശക്തനാണ്, ഓൾമൈറ്റി. ആൻഡ് ഹൗ ഇൻഫിനിറ്റസിമാൽ ഹി ഈസ് ഇൻ ദിസ് യൂണിവേഴ്സ്. എന്താണ് ഇൻഫിനിറ്റസിമൽ എന്ന് പറഞ്ഞാൽ? തീരെ ചെറുത്. ശരിക്കും ഈ ഒരു വേർഡ് നിങ്ങളുടെ പോയട്രി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട് വരാൻ പോകുന്ന, അതിൽ ഈ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റസിമൽ എന്ന് പറഞ്ഞാൽ തീരെ ചെറുത് എന്നോ തീരെ വാല്യൂ ഇല്ലാത്തത് എന്നോ ഒക്കെ അർത്ഥം പറയാം. അപ്പോൾ ഡോക്ടറിന് സ്വയം തോന്നുകയാണ് ഹൗ ഇൻഫിനിറ്റസിമൽ ഹി ഈസ്, അല്ലേ? ഈ ദൈവം എന്ന വലിയ ഒരു ശക്തിയുടെ മുമ്പിൽ ഈ ഡോക്ടർ എത്രത്തോളം ചെറുതാണ് എന്ന് ഈ ഡോക്ടറിന് തോന്നുകയാണ്. ഇൻഫിനിറ്റസിമൽ ഹി ഈസ് ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൽ. വേർ ദ ഗോഡ് റൂൾസ് ദ റൂസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഡോമിനേറ്റ് ചെയ്യുക, ഭരിക്കുക, അടക്കി ഭരിക്കാറില്ല, അതാണ്. അപ്പോൾ ഈ ഒരു വലിയ പ്രപഞ്ചത്തിൽ വലിയ ശക്തിയായ ദൈവമാണ് അടക്കി ഭരിക്കുന്നത്. ആ ഒരു ദൈവത്തിന് മുൻപിൽ താൻ എത്രത്തോളം ചെറുതാണ്, ഇൻഫിനിറ്റസിമൽ, തീരെ ചെറുതാണ്, അല്ലെങ്കിൽ വാല്യൂ ഇല്ലാത്തതാണ് എന്നാണ് ഡോക്ടർ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്ത കൊണ്ടുവന്നത് പാമ്പാണ്. ഹി ഈവൻ തിങ്സ് ദാറ്റ് ഹി ഈസ് എ സ്റ്റുപ്പിഡ് ഡോക്ടർ, അല്ലേ? ഡോക്ടർ പാമ്പ് വരുന്നതിന് മുമ്പ് വലിയ നല്ല ഡോക്ടറാണെന്ന് കരുതിയിരുന്നു, തുടക്കക്കാരനാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ കരുതിയിരുന്നു. പക്ഷേ സ്നേക്ക് വന്നതിന് ശേഷം ഡോക്ടർ സ്വയം കരുതുന്നത് എന്താണ്? സ്റ്റുപ്പിഡ് ഡോക്ടർ എന്നാണ്. എന്തുകൊണ്ടാ? ഹു ഹാസ് നോട്ട് കെപ്റ്റ് എനി മെഡിസിൻ ഇൻ ദ റൂമിൽ ഒരു മെഡിസിനും ഡോക്ടർ വെച്ചിട്ടില്ല. ഇൻ കേസ് ദ സ്നേക്ക് ബൈറ്റ്സ് ഹിം, എപ്പോ സ്നേക്ക് എങ്ങാനും ഇദ്ദേഹത്തെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ, കൊത്തുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഡിസിനും ആ റൂമിലില്ല. അപ്പൊ ഡോക്ടർ സ്വയം വിചാരിക്കുന്നത് എന്താണ്? താനൊരു വിഡ്ഢിയായ ഡോക്ടറാണെന്നാണ്. The doctor transformed from a stone image into a man of flesh and blood when the snake slithered away from his body to the mirror. അതായത് സ്നേക്ക് ഡോക്ടർ ശരീരത്തിൽ വന്നിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്തായി? ഒരു സ്റ്റോൺ ഇമേജ് ആയി, കല്ല് പോലെ. അത് അനങ്ങാതെ ആയി. എന്താ കാരണം? അനങ്ങിക്കഴിഞ്ഞാൽ പാമ്പ് കുത്തും, അനങ്ങാതെ അവിടെ നിന്നു. അപ്പോൾ സ്നേക്ക് പിന്നെ അതിൻ്റെ സ്വന്തം രൂപം എന്താണ്? കണ്ണാടി കാണാണ്. അപ്പോൾ അത് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും മാറിയിട്ട് സ്നേക്ക് എന്താണ്? ഈ കണ്ണാടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്തോ ഈ സ്റ്റോൺ ഇമേജ് ആയി നിന്ന ഡോക്ടർ പൊടുന്നനെ മാറുകയാണ്. അദ്ദേഹം പിന്നെ രക്തവും മാംസവും ഉള്ള ഒരു മനുഷ്യനാവുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ അദ്ദേഹത്തിന് മൂവ് ചെയ്യാം, അദ്ദേഹം പിന്നെ അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. ദ ഡോക്ടർ ട്രാൻസ്ഫോംഡ്, ഡോക്ടർ മാറി എന്നാണ്. ഫ്രം എ സ്റ്റോൺ ഇമേജ്, ഒരു സ്റ്റോൺ ഇമേജിൽ നിന്നും ഇൻ ടു എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അത് രക്തവും മാംസമുള്ള ഒരു മനുഷ്യനായി മാറി. വെൻ ദ സ്നേക്ക് സ്ലിതേർഡ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിച്ചു പോവുക. സ്നേക്കിന്റെ ആ ഒരു ഇങ്ങുണ്ടല്ലോ, അതാണ് സ്ലിതേർഡ് അവേ ഫ്രം ഹിസ് ബോഡി ടു ദ മിററിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പാമ്പ് പോയി. ആ സമയത്താണ് ഡോക്ടർ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തത്? ഫ്രം എ സ്റ്റോൺ ഇമേജ് ഇൻ ടു എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. The doctor ran to his friend's house and dared to come back to his room only the next day, that too with the accompaniment of others. അപ്പോൾ അന്ന് രാത്രി തന്നെ എന്താണ്? നേരെ അവിടെ നിന്ന് ഓടിപ്പോവാണ് ഡോക്ടർ ചെയ്യുന്നത്. ഡോക്ടറിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി, അല്ലേ? അതിനുശേഷം കുളിക്കുന്നൊക്കെ ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഡോക്ടർ തിരിച്ചു വരുന്നത് എപ്പോഴാണ്? പിറ്റേ ദിവസം മാത്രം. അതും എന്താ? മറ്റുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് മാത്രം. The doctor ran to his friend's house and dared എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക. To come back, തിരിച്ചു വരാൻ ധൈര്യപ്പെട്ടു. To his room only the next day, പിറ്റേ ദിവസം മാത്രം. തിരിച്ചു വരാൻ ധൈര്യപ്പെടുത്തി പിറ്റേ ദിവസം മാത്രമാണ്. That too, അതും എങ്ങനെ? With the accompaniment of others എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഒപ്പം. അക്കമ്പനിമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരുമിച്ച് പോകുമ്പോഴാണ് അത് അക്കമ്പനിമെന്റ് ആവുക. അതായത് മറ്റുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട് മാത്രമേ തിരിച്ച് ഡോക്ടർ ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെട്ടിട്ടുള്ളൂ. When all his possessions were looted by some thief, the proud doctor lamented, not on the lost things, but on the stigma in the form of a dirty vest left by the former. ഇതിൻ്റെ അർത്ഥം ഒന്ന് ആദ്യം മലത്ത് പറയാം, എന്നിട്ട് ഓരോ എക്സ്പ്രഷൻ കൃത്യമായി പറഞ്ഞുതരാം. അതായത് ഡോക്ടർ പാമ്പിനെ പേടിച്ച് ഓടിപ്പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരുമില്ലല്ലോ. ആ സമയത്ത് ഒരു കള്ളൻ കയറി അദ്ദേഹത്തിൻ്റെ എല്ലാ വസ്തുക്കളും മോഷ്ടിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അത് തിരിച്ചറിഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോഴാണ് കള്ളൻ അതൊക്കെ കൊണ്ടുപോയ കാര്യം അറിയുന്നത്. പക്ഷെ ആ സമയത്തും ഡോക്ടർ സങ്കടപ്പെട്ടത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ ഓർത്തല്ല, മറിച്ച് കള്ളൻ കൊണ്ടുപോവാതെ അവിടെ ഇട്ടുപോയ ഡോക്ടറിൻ്റെ ഒരു ഡേർട്ടി വെസ്റ്റ്, അല്ലെ ബനിയൻ, ഉള്ളിലിടുന്ന ബനിയൻ, അതാകെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം അവിടെ വെച്ച് പോയപ്പോൾ അതൊരു എന്താ പറയുക ഡിസ്ഗ്രേസ്, അതല്ലെങ്കിൽ ഒരു അപമാനമായിട്ടാണ് ഡോക്ടറിന് തോന്നിയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡോക്ടർ ഒരു വളരെ പ്രൗഡായ ഒരാളാണെന്നുള്ള കാര്യം. അതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞത്. ഓക്കെ.
വെൻ ഓൾ ഹിസ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ സ്വത്തെന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അധീനതയിൽപ്പെട്ട സാധനങ്ങളാണ് പൊസഷൻസ്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ലൂറ്റഡ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ടു ബൈ സം തീഫ്, ഏതോ തീഫ്. ദ പ്രൗഡ് ഡോക്ടർ ലാമെൻറ്റഡ്, ഈ പ്രൗഡ് അഭിമാനമുള്ള ഈ ഒരു ഡോക്ടർ ലാമെൻറ്റഡ് അവിടെ എന്താ പറയുക സങ്കടപ്പെട്ടു അല്ലെങ്കിൽ വിലപിച്ചു. നോട്ട് ഓൺ ദ ലോസ്റ്റ് തിങ്സ്, ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ഓർത്തിട്ടല്ല വിലപിച്ചത്, ബട്ട് ഓൺ ദ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ മാർക്ക് ഓഫ് ഷെയിം, നാണക്കേട് എന്നർത്ഥം. ഓൺ ദ സ്റ്റിഗ്മ ഇൻ ദ ഫോം ഓഫ് എ ഡേർട്ടി വെസ്റ്റ്, അല്ലേ? ആ ഡോക്ടറിൻ്റെ ആ മുഷിഞ്ഞ എന്താ പറയുക പഴയ ആ വെസ്റ്റ് അത് കണ്ടിട്ടാണ് കാരണം അതെന്താണ് ആ കള്ളന് എടുത്തു പോയില്ല, അപ്പോൾ അതെല്ലാവരും കണ്ടു എന്നുള്ള കാരണം കൊണ്ടാവാം അദ്ദേഹത്തിന് അത് ഭയങ്കര ഒരു സ്റ്റിഗ്മ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇൻ ദ ഫോം ഓഫ് എ ഡേർട്ടി വെസ്റ്റ്, സ്റ്റിഗ്മ ഒരു നൗണാണ്, അതിൻ്റെ വേർബ് ഉണ്ട്, ക്രിയ ഉണ്ട്, സ്റ്റിഗ്മാറ്റൈസ്. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് എ ഡേർട്ടി വെസ്റ്റ് ലെഫ്റ്റ് ബൈ ദ ഫോമർ, അല്ലേ? ആരാണ് ആ ഒരു ഡേർട്ടി വെസ്റ്റ് അവിടെ ലീവ് ചെയ്തത്? കള്ളനാണ്, അല്ലേ? അതാണ് ഇവിടെ ഫോർമർ എന്നുള്ള ഉദ്ദേശിച്ചത്. അപ്പോൾ ഫോർമർ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നല്ല കേട്ടോ അർത്ഥം. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ, അതിൽ 2 പേരാണ് വരുന്നത്, അല്ലേ? തീഫ് എന്ന് വരുന്നുണ്ട്, അല്ലേ? സെൻറ്റൻസ് നോക്കൂ, അതുപോലെ തന്നെ ദ പ്രൗഡ് ഡോക്ടർ പിന്നെ വരുന്നത്. അപ്പോൾ ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആൾ എന്നാണ് അർത്ഥം. ലാറ്റർ എന്ന് പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞ ആൾ. ഓക്കെ, അപ്പോൾ കള്ളൻ രണ്ടാമതാണ് വന്നു വെച്ചാൽ ലാറ്റർ ആയിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു സെൻറ്റൻസ് കണ്ടോ, വെൻ ഓൾ ഹീസ് പൊസിഷൻസ് വേർ ലൂട്ടഡ് ബൈ സം തീഫ് എന്ന് കണ്ടോ. അപ്പോൾ തീഫാണ് ആദ്യം വന്നത് ഈ സെൻറ്റൻസിൽ, അതുകൊണ്ടാണ് അതിനെ ഫോർമർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫോർമർ എന്ന് പറഞ്ഞൊരു പകരം എനിക്ക് അവിടെ എന്ത് ചെയ്യാമായിരുന്നു, ബൈ ദ തീഫ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റൻസിൽ 2 തവണ തീഫ് വരും, അല്ലെങ്കിൽ ബൈ ഹിം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർമർ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, വെൻ ഓൾ ഹിസ് possessions were looted by some thief, the proud doctor lamented not on the lost things but on the stigma in the form of a dirty vest left by the former. ഒന്നാമത്തെ ആളെന്ന് പറയുക കള്ളനാണ്. അപ്പോൾ കള്ളൻ അവിടെ ലീവ് ചെയ്ത് പോയാൽ ആ ഡേർട്ടി വേസ്റ്റിനെ ഓർത്തിട്ടാണ് ഈ ഡോക്ടർ ലാമെൻറ്റ് ചെയ്തത്, അല്ലാതെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ വസ്തുവകളെ കുറിച്ചിട്ടല്ല. ഇൻ എ നട്ട്ഷെൽ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഏറ്റവും അവസാനം നമ്മളുടെ എസ് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്പ്രഷനാണ് ചുരുക്കത്തിൽ തന്നെ അർത്ഥം. ഇൻ എ നട്ട്ഷെൽ ഇറ്റ് ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി ഓഫ് എ ഹോമിയോപ്പത്ത്. ഒരു ഹോമിയോപ്പത്തിനെ കുറിച്ചുള്ള ഒരു ഹ്യൂമറസ് സ്റ്റോറിയാണിത്. ഇൻ വിച്ച് ദ ഹോൾ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കഥ എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷേ ഒന്നുകൂടെ ടെക്നിക്കലായിട്ടാണ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ഒന്നുകൂടെ ടെക്നിക്കൽ ആസ്പെക്റ്റിലാണ് വരിക. സ്റ്റോറി എന്ന് പറയുമ്പോൾ പറയുന്ന മാതിരിയല്ല, പ്ലോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്ലോട്ട് റിവോൾവ്സ് അറൗണ്ട് ദ പ്രൊട്ടഗണിസ്റ്റ്. റിവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ചുറ്റിത്തിരിയുക. റിവോൾവ്സ് അറൗണ്ട് ദ പ്രൊട്ടഗണിസ്റ്റ് ആരാണ്? ഇതിലെ സെൻട്രൽ ക്യാരക്ടർ, അതായത് നമ്മുടെ ഡോക്ടർ തന്നെ. അതായത് ഈ ഒരു കഥ ദ സ്നേക്ക് ആൻഡ് ദി മിറർ ഒരു വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൻ്റെ കഥ മുഴുവൻ ചുറ്റിത്തീരുന്നത് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ, അതായത് പ്രൊട്ടഗണിസ്റ്റ് ആയ ഡോക്ടറിനെ ആണ്, ഡോക്ടറിൻ്റെ മേലാണ്. അതായത് മറ്റുള്ള ക്യാരക്ടേഴ്സിനൊന്നും ഇവിടെ തീരെ എന്താണ് പ്രാധാന്യമില്ല, ഡോക്ടറിന് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് പുതിയത് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് കിട്ടി. ഇതിൽ അവസാനിപ്പിക്കരുത്, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് നല്ലൊരു എസ്സേ എഴുതി ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ഈസി ഇംഗ്ലീഷ് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.